അപ്പൊ നമുക്ക് ഈ ഒരു തുണി പീസുകളൊക്കെ കൊണ്ടൊരു ഫ്രോക്ക് അടിച്ചാലോ? ഇത് സത്യം പറഞ്ഞാൽ ഞാനൊരു കസ്റ്റമറിന് വേണ്ടി വാങ്ങിച്ചിട്ടുള്ള ഒരു പീസായിരുന്നു കേട്ടോ ഇത്. പക്ഷേ പീസ് എടുത്ത് കഴിഞ്ഞപ്പോഴാണ് അവർ പറഞ്ഞ കളറല്ല ഞാൻ എടുത്തത് മനസ്സിലായത്. അപ്പം ഞാൻ ഈ പീസ് ഇവിടെ മാറ്റി വെച്ചു. എനിക്ക് മര്യാദയ്ക്ക് ഒരു ക്രോപ്പ് ടോപ്പ് അടിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഞാൻ അതുകൊണ്ടൊരു ഫ്രോക്ക് അടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫ്രോക്കിക്ക് പീസ് കൂട്ടാൻ വെച്ചത് ഇപ്പോൾ മൊത്തം പീസ് കഥയായി. അപ്പോൾ ഇതൊക്കെ കൂടെ നമുക്ക് കൂട്ടിയിട്ടൊരു ഫ്രോക്ക് അടിച്ച് നോക്കിയാലോ? ഇതിപ്പോൾ ഞാൻ അതിൻ്റെ ബാക്കിലേക്ക് വേണ്ടിയിട്ട് ചെയ്ത സംഭവം കേട്ടോ. ഇതിൻ്റെ ബാക്ക് ഇങ്ങനെ വെച്ചിട്ട്, അതായത് കൈക്കുഴി സെപ്പറേറ്റ് വെച്ചിട്ടുള്ള സംഭവം, അങ്ങനത്തെ അല്ല, കൈക്ക് സെപ്പറേറ്റ് വെച്ചിട്ടുള്ള അങ്ങനത്തെ ഫ്രോക്കാണ്. അതിൻ്റെ താഴെ ഇങ്ങനെ വട്ടം കൂട്ടാൻ വേണ്ടിയിട്ട് പീസ് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഈ സൈഡും വെക്കണം. അപ്പോൾ ഇത് ബാക്ക് പീസാണ്. ബാക്ക് പീസിൽ പിന്നെ ഞാൻ ഞൊറിവും കാര്യം നോക്കും. പക്ഷേ ഞാൻ ഫ്രണ്ട് പീസിൽ ഇവിടെ മേലെ ഞൊറിവ് വരുന്ന ടൈപ്പ് അങ്ങനത്തെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിന് ഞാൻ ആ ഒരു വീതി ഉണ്ടായാൽ എത്തൂല എന്നുള്ളത് കൊണ്ട് തന്നെ ഇതുണ്ടോ, ഇവിടെ മേലെ ഭാഗത്ത് വരുന്നിടത്ത് കട്ട് പീസ് കൂട്ടുകയാണ്. ഇനിയുണ്ട് കട്ട് പീസ് കൂട്ടാൻ. ഇതാ 1 2 ഇതാ ഈ പീസും കൂടെ ഇതേ സെയിം ആയിട്ട് കൂട്ടി കൊടുക്കണേ. ഞാൻ സ്റ്റിച്ചിങ് കാണിക്കുന്നില്ല. സ്റ്റാൻഡ് ശരിക്കും വൃത്തിക്ക് വെക്കല്ലാത്തതുകൊണ്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നേരെ കാണൂല. ഞാൻ എൻ്റെ മുഖം കാര്യമായിട്ട് കാണാം, അതുകൊണ്ട് കാര്യമില്ലല്ലോ. അപ്പോൾ സ്റ്റിച്ചിങ് അറിയണവർക്ക് ഇത് ഇവിടെ ഇങ്ങനെ അടിക്കുക, ഇതേപോലെ കൂട്ടിയിട്ട് ഈ ഒരു പീസും കൂടെ വെക്കുക. പിന്നെ ഇനി സെയിം സംഭവം ഇത് ഇവിടുന്ന് വരുള്ള ആ ഒരു പീസ് മേലെ വരിക. അപ്പോൾ ഇതിൻ്റെ ഈ താഴെ ഭാഗത്ത് ഞാൻ ബാക്ക് പീസിന് കൊടുത്ത പോലെ തന്നെ ഇങ്ങനെ കോണായിട്ട് വെട്ടിയിട്ടുണ്ട്. ഈ ഒരു കോണിന് ഭാഗമായിട്ട് വെട്ടിയിട്ടുണ്ട്. ഈ കോണ് ഇവിടെ വെച്ച് അടിച്ചു കൊടുക്കണം, ഈ ഒരു 3 കോൺ ഭാഗത്ത്. അപ്പോൾ ഈ ഒരു സംഭവത്തിൻ്റെ താഴെ ഇങ്ങനെ, പിന്നെ മേലുള്ള തുണി ഇങ്ങനെ, ഇത് ഇങ്ങനെ ആയിരിക്കും. എന്തായാലും അങ്ങനെ പീസ് വെച്ചതിന് ശേഷം ഇതൊക്കെ ഇതിനി ഇതിൻ്റെ സൈഡിലും കൂടെ ഒരു റൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതെവിടുന്ന് ഇങ്ങനൊരു പീസ് ഇവിടെ കൊടുക്കണം. ഈ ഒരു സൈഡ്, ഈ ഒരു അറ്റത്ത്. അത് ആ ബാക്ക് പീസുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഭാഗമാണ് കേട്ടോ. ഇതിൻ്റെ ഒരു അടിയത്തെ റൗണ്ട് വരുന്ന ഭാഗമാണ്. അപ്പോൾ അതേപോലെ ഈ മേലെ വരുന്ന ഈ പീസിന് സെൻറ്റർ എടുത്തിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് ജസ്റ്റ് ഒരു കട്ട് കൊടുക്കുക. ഇങ്ങനെ ഒരു കട്ട് കൊടുക്കുക. ഈ കട്ട് ഇതേപോലെ സാധാരണ ഒരു പീസ് വെച്ചിട്ട് മറിച്ചടിക്കുക. ഇത് എന്തിനാന്ന് വെച്ചാൽ ആ മേലെ ഭാഗത്ത് ഇങ്ങനെ കെട്ടണ ഒരു വള്ളി പോലുള്ള ഭാഗമല്ലേ, അവിടത്തെ ആ ഒരു ഞൊറിവ് വരാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യാം. അപ്പോൾ ആ ഒരു സംഭവം അങ്ങനെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. വൃത്തിയായിട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് ഇപ്പോൾ ഫ്രണ്ടിൻ്റെ മേലെ ഭാഗമാണ്. ഇത് നമ്മളിവിടെ ഒരു ഹോള് വരുന്ന രീതിക്ക് മടക്കി അടിക്കണം. എന്താ വെച്ചാൽ അതിൽ കൂടെ വള്ളി ഇട്ടിട്ട് കെട്ടണ ഒരു തരത്തിലാണ് ചെയ്യാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു 2 സൈഡും കൂടെ അടിച്ചു കൊടുക്കണം. പിന്നെ ഇതിൻ്റെ സൈഡിൽ ഞാൻ ഇതേപോലെ പീസ് വെച്ചിട്ടുണ്ട്. ഇത് സംഭവം ഇപ്പോൾ ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഒരു കണ്ടം വെച്ച് കൊടുക്കുപോലെ ഇത്ത വേറും. അപ്പോൾ ഇത് അടിച്ച് കഴിയുമ്പോൾ ഈ ഇത്ര ഉണ്ടാവില്ല, ഷേപ്പിനാവുമ്പോൾ അത് അങ്ങനെ പോകും. അപ്പോൾ ഇതാ ഒരു സൈഡിലേക്ക് വരുന്നതാണ്, ഇതിൻ്റെ മേലേക്ക് വരുന്നതാണ്, ഇതിൻ്റെ ബാക്കിലേക്ക് വരുന്നതാണ്. ഇനി ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ വള്ളി അടിച്ചു കൊടുക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ വെച്ച് അടിച്ച് നല്ല ഇതാ ഈ 2 സൈഡ് ഞാൻ അടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഈ ഒരു വള്ളി അടിക്കണം. എന്നിട്ട് ഈ ഒരു വള്ളി അടിച്ചിട്ട് ഇതാ ഇതിൻ്റെ ഈ ഒരു ഹോളിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് ഈ ഒരു ഇങ്ങേ തറ്റത്ത്, അതായത് ഇവിടെ വരുന്ന ഈ ഒരു പാർട്ടിൽ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക, വെച്ചടിച്ചെടുക്കുക ഈ വള്ളി. പിന്നെ അത് അല്ലാതെ അടിക്കുമ്പോൾ റെഡി ആയിക്കോളും. അതേപോലെ ഈ സൈഡ് ഇട്ട പോലെ തന്നെ ഈ ഒരു വള്ളി ഇപ്പുറത്തെ സൈഡും ഹോളിൽ കയറ്റിയിട്ട് ഈ ഒരു ഭാഗത്ത് മാത്രം വെച്ചടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ 2 സൈഡും വള്ളി ഇട്ടു കേട്ടോ. ഇത് ഇങ്ങനെ കെട്ടാൻ വേണ്ടിയിട്ടാണ് സെൻറ്റർ. വള്ളി ഇത്ര നീളം വേണമെന്നില്ല, കടിച്ച് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് കുറയ്ക്കാം. ഈ ഒരു പാർട്ട് ഈ താഴത്തെ പാർട്ടായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കണം. ആ കണക്ഷൻ കൊടുക്കുന്നതിൻ്റെ മുന്നേ വേണമെന്നുണ്ടെങ്കിലല്ല, വേണ്ടി വരും. ജസ്റ്റ് ഇതിൻ്റെ ഒരു പാകത്തിന്, അതായത് ഈ ഒരു പീസ് എക്സ്ട്രാ പീസ് വയ്ക്കാത്തതിൻ്റെ ഈ ഒരു വീതിൻ്റെ പാകത്തിന് ജസ്റ്റ് ഇതിന് ഞൊറിവിട്ട് കൊടുക്കുക. താഴെ ഭാഗം ആ ഞൊറിവിട്ട് കൊടുത്തിട്ട് വേണം
ഇവിടെ ഇട്ട് യോജിപ്പിക്കാം കേട്ടോ. എന്നാലേ ആ ഒരു പണ്ട മോഡലിൽ ഏകദേശം വരുള്ളൂ. ഇത് ഇങ്ങനെ തന്നെയാണോ അതിൻ്റെ സ്റ്റിച്ചിങ് എന്ന് എനിക്കറിയില്ല. ഞാൻ ആ ഒരു മോഡൽ കണ്ടപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ എന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണേ. ഇതാ കണ്ടോ, ഇതിൻ്റെ താഴെ സിമ്പിളായിട്ട് ഇതേപോലെ ഞൊറിവിടുക. എന്നിട്ട് ഇനി ഇതിപ്പോൾ ഈ ഒരു നീളത്തിന് ഞാൻ പാകാക്കിയിട്ടാട്ടോ ഞൊറിവിട്ടത്. ഇത് രണ്ടും തമ്മിൽ കൂട്ടിയടിക്കുക. ഈ ഒരു ഭാഗം കൂട്ടിയടിച്ചു കൊടുക്കുക. കൂട്ടിയടിച്ചു കൊടുക്കുമ്പോൾ അപ്പോൾ അതാണ്ട് ഈ ഒരു താഴെയുള്ള പീസായിട്ട് കണക്ട് ആക്കുമ്പോൾ ഇതിൻ്റെ ഒരു കോല ഏകദേശം ഇങ്ങനെ ഉണ്ടാവും. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതാ ഇങ്ങനെയൊക്കെയാണ്. അങ്ങനെ ആയാൽ നമുക്ക് കാണാം. പിന്നെ ഞാൻ ഈ ചെയ്യണതൊക്കെ ഓരോ ലോക്കും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ചെയ്ത് കഴിയുമ്പോൾ ഒക്കെ ഒരു പീസ് വെച്ചിട്ടുള്ള കളികളാണല്ലോ. എങ്ങാനും പീസിന് പോലെ അല്ലെങ്കിൽ ഒന്നിച്ച് പോയാലും. അപ്പോൾ ഇനി നെക്സ്റ്റ് എന്താ അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈ ഒരു ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും തമ്മിൽ അടിക്കുക. ഷേപ്പൊക്കെ കൊടുത്തിട്ട് എത്രയാണോ അളവ് എന്നനുസരിച്ച് ഇത് ഞൊറിവിടാനുള്ള ഇതിന് വേണ്ടിയിട്ട് വിടണേ. അങ്ങനെ ആ ഒരു ഇതിനനുസരിച്ചിട്ട് ഇതിന് ഷേപ്പ് കൊടുക്കുക. അതിന് ശേഷം ഞാൻ സംഭവം മറന്നിട്ടുണ്ട്, അതതിന് ശേഷം ചെയ്യാം. ഈ കൈ വെക്കാനുള്ള ഇവിടെ ഒരു കർവ് കൊടുക്കണം. ഞാൻ കൊടുത്തിട്ടില്ല. ഇവിടുന്ന് ഇങ്ങനെ വരുന്ന കൈയാണ്. അപ്പോൾ സൈഡ് കൊടുക്കാം. അപ്പോൾ ഇത് ഫ്രണ്ടും ബാക്കും ഒക്കെ നമ്മൾ കൂട്ടിയിട്ടോ. ഈ ലാസ്റ്റ് അടി വെട്ടിയെടുക്കാണ്ട് അപ്പോൾ കൂട്ടി കഴിഞ്ഞപ്പോൾ ഉള്ളൊരു കോലതാണ്. ഇനി ഇതിന് കൈ വെക്കണം. കയ്യും വെട്ട് പീസാണ്. ഇത് കൂട്ടിയടിച്ചിട്ട് വേണം. ഇതിവിടെ ഇങ്ങനെ വെക്കുന്ന കൈയാണ്. ഇത് സംഭവം എനിക്ക് സ്റ്റിച്ച് ചെയ്യണം കാണിച്ചു തരുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, സ്റ്റാൻഡില്ലാത്തതുകൊണ്ട് വൃത്തിക്ക് കാണിച്ചു തരാൻ പറ്റില്ല. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഇപ്പം ഒന്ന് കൂട്ടിയടിച്ചിട്ട് ആണ് വെക്കണത്. അപ്പോൾ ഈ ഒരു കൈ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ സെൻട്രൽ പീസാണ്. ഈ കൈ എങ്ങനെ വെക്കുകയെന്ന് വെച്ചതാ ഇത് ഇങ്ങനെയാണ് വരിക. ഇത് വേറെ വെട്ടും ഷേപ്പൊന്നും കൊടുക്കണ്ട. ജസ്റ്റ് ഇവിടെ ഒരു കർവ് മാത്രമേ ഇനി കൊടുക്കുള്ളൂ. അപ്പോൾ അത് കൊടുക്കുന്നതിന് മുമ്പ് ഇവിടെ ഒന്ന് മടക്കിയടിക്കണം. പിന്നെ ഈ ഒരു അറ്റം ഒന്ന് മടക്കിയടിക്കണം. ഞാൻ സാധാരണ ഇവിടെ ഞൊറിവ് വെച്ചിട്ട് ചെയ്യാം. പക്ഷെ എൻ്റെ ഒരു പീസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ മേലെ ഞൊറിവ് വെക്കണില്ല. താഴത്തും ഞാൻ ഞൊറിവൊന്നും വെക്കാനില്ല. ജസ്റ്റ് ഒരു ചെറിയ 2 ഞൊറിവ് മാത്രമേ കൊടുക്കണുള്ളൂ. അപ്പം ഞാൻ അടിച്ചിട്ട് അപ്പോൾ ഇത് ഞാൻ കൈയിൻ്റെ 2 സൈഡും അടിച്ചു കേട്ടോ. എന്നിട്ട് ഈ ഒരു അറ്റത്ത് ജസ്റ്റ് കുറച്ചൊരു ചെറിയൊരു എലാസ്റ്റിക് വെച്ചിട്ടുണ്ട്. വെച്ചടിച്ചതാണ് ഇതങ്ങനെ. ഇനി ഈ ഒരു കൈയിൻ്റെ ഈ ഭാഗം ഇവിടെ ഷോൾഡറിന് എത്രയാണ് ഇറക്കം വരുന്നതെന്ന് വെച്ചാൽ, അതായത് കഴുത്തിൻ്റെ ഈ ഒരു ഇറക്കം എടുത്തിട്ട് അങ്ങനെ ഇവിടെ ഇപ്പം ഞാൻ 5 എടുത്തിട്ടുള്ളത്. അവിടുന്ന് ജസ്റ്റ് ഒരു ചെരിവ് അങ്ങനെ ഒരു കട്ട് ചെയ്ത് കൊടുക്കുക. എന്താ കണ്ടോ, ഈ ഒരു കട്ട് ചെയ്ത് കൊടുക്കുക. ഇതിന് സെയിമായിട്ട് ഈ മേലെ ഭാഗത്തിൻ്റെ 2 അറ്റം കൂടെ എടുത്തിട്ട് ഈ ഒരു ഇതിൻ്റെ സെയിമായിട്ട് ജസ്റ്റ് ഇവിടെ ഒരു ക്രോസിന് വെട്ടി കൊടുക്കുക. അപ്പോൾ ഈ ഒരു വള്ളി ഉള്ളിൽ നിന്ന് പോകുന്നത് ശ്രദ്ധിക്കണം കേട്ടോ. ഇത് ഞാൻ ആദ്യം ഇവിടെ വെട്ടി കൊടുക്കാതെയാണ് ഇവിടെ അടിച്ചത്. അപ്പോൾ വെട്ടി കൊടുത്തിട്ട് അടിച്ച് ഒന്നും കൂടെ വൃത്തിയാവും. അപ്പോൾ അവിടെയും കൂടി ഒന്ന് വെട്ടി കൊടുക്കുക, ഞാൻ മറന്നാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇതിൻ്റെ ഈ ഒരു സൈഡ് ഇങ്ങനെ വെട്ടി കൊടുക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. എന്നിട്ട് ഈ ഒരു കൈയിൻ്റെ ഈ ഒരു സൈഡും ഇതും കൂടെയാണ് വെച്ച് പിടിപ്പിക്കുക. അതായത് ഇങ്ങനെ കുറച്ച് പിടിച്ചിട്ട് ഈ ഒരു സൈഡ് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്, വെച്ചടിച്ച് കൊടുക്കുകയാണ് ചെയ്യാം. ഇവിടെ നമ്മൾ ഈ ഒരു ഭാഗം കണ്ടോ, ഇവിടെയാണ് ഇത് കൂട്ടി കൊടുക്കുക. അത് ഇങ്ങനെ വരും. അപ്പോൾ ഈ ഒരു സൈഡ് കൂട്ടി കഴിയുമ്പോൾ അത് ഇങ്ങനെ കോലായിരിക്കത്. പക്ഷെ എൻ്റെ എന്താ ഉണ്ടായത് വെച്ചാൽ, എനിക്കിത് വല്ലാതെ എടുക്കാം. ഫുള്ള് 8 പീസാണല്ലോ. വല്ലാതെ ഇങ്ങനെ പൊതിയവ് വല്ലാതെ എടുക്കാനായിട്ട് ഒരു ടൈറ്റ് ഇവിടെ ഈ സൈഡ്, അതായത് ഇതിങ്ങനെ വരുമ്പോൾ ഒരു ഓവർ ടൈറ്റ്. അപ്പം ഞാൻ വിചാരിച്ച് ഇതിൻ്റെ ഇവിടെ കുറച്ച് ഇവിടെ ഇങ്ങനെ ആയിട്ട് ഒരു വൈറ്റ് പീസ് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വീതിക്ക് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം ഇത് നിർത്തിട്ട് വൈറ്റ് പീസ് വെച്ച് കൊടുക്കാം. വെറുതെ കഷ്ണം മുറിച്ച് കോലം കെട്ടിയ പോലെ ആകുമെന്ന് അറിയില്ല. പക്ഷേ കുഴപ്പമില്ല പറ്റിയപ്പോൾ. അപ്പം ഇനി അതും കൂടി വെച്ചെടുക്കാൻ വെറുതെ. അപ്പോൾ അതും കൂടി വെച്ച് നോക്കിയിട്ട് എൻ്റെ കണ്ണം വെച്ച് കോട്ട എങ്ങനെയുണ്ട് നോക്കട്ടെ നമുക്ക്.
വെറുതെ ആവൂല, എന്തായാലും ഞാൻ ഉണ്ട്. അപ്പം അടിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രോക്കിൻ്റെ ഔട്ട്കം ഇങ്ങനെ ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ ഇറക്കം കുറച്ച് കുറവായത് കൊണ്ട് ഞാൻ ഇറക്കം കൂട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ താഴെ ഒരു ലൈസും കൂടെ വെച്ചിരുന്നു. പിന്നെ ഇതൊക്കെ ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. ഇനി നിങ്ങൾക്ക് എന്താ തോന്നുന്നത്?